ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രോൺസ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 1/2 കിലോ പ്രോൺസ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. 1 സ്പൂണ് നമ്മൾ ചില്ലി പൗഡർ എടുത്തു, 1/2 സ്പൂൺ ടർമറിക് പൗഡർ, 1/2 സ്പൂൺ പെപ്പർ പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. മസാല വിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടി 1 സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് 1/2 സ്പൂൺ ലെമൺ ജ്യൂസ് ചേർക്കുന്നുണ്ട്. ഒരു സ്പൂണ് ഓയിലും ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമ്മൾ സ്റ്റിക്കിൽ കുത്തിയാണ് ഫ്രൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം കൂടെ ഒരു സ്റ്റിക്കിലായിട്ട് കുത്തിയെടുക്കുക. ചിലർക്ക് ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഇതൊരു ബെറ്റർ ഐഡിയ ആണ്. തന്നെയല്ല കുട്ടികൾക്കൊക്കെ ഇതൊരുപാട് ഇഷ്ടമാകും. നമ്മളിതാ പ്രോൺസ് മുഴുവൻ സ്റ്റിക്കിലാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. പാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിക്കുക. ഇനി നമ്മൾ സ്റ്റിക്കിലാക്കി വെച്ചിരിക്കുന്ന പ്രോൺസ് ഓരോന്നായി ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുക. മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മറിച്ചിട്ട് കൊടുക്കാം. സ്റ്റിക്കിന് വരെ നല്ല ചൂടുണ്ട്. പ്രോൺസ് ഫ്രൈ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് എല്ലാ സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഓവർ കുക്ക് ആകാണ്ടിരിക്കാൻ നോക്കുക. ഓവർ കുക്ക് ആയിക്കഴിഞ്ഞാൽ പ്രോൺസ് റബ്ബർ പോലാകും. അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുക. എപ്പോഴും കൊടുക്കുന്നതിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് ഇങ്ങനെ സ്റ്റിക്കിലൊക്കെ കുത്തി കൊടുക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും. നമ്മുടെ പ്രോൺസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഒരു സെർവിങ് പാനിലേക്ക് മാറ്റാം. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ഫിംഗർ ഫാമിലി.